നല്ല പടമാണ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഫീൽ ചെയ്യും, അത് കാര്യമാക്കണ്ട. എങ്കിലും സെക്കൻഡ് ഹാഫ് ഒരു നഷ്ടമായിട്ട് വരില്ല. ഒരു ഫാമിലി കാണേണ്ട പടമാണ്. നമ്മളെല്ലാ ഫാമിലികളിലും എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും തോന്നിപ്പോയ ചില കാര്യങ്ങളുണ്ടാവാം. അത്തരം സംശയങ്ങളൊക്കെ അതാണ് സംശയം എന്ന് പറയുന്നത്. അതാണ് തീർച്ചയായിട്ടും ഓഡിയൻസിന് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റും. അതിനകത്ത് സംശയമൊന്നുമില്ല. അല്ല, കോമഡി ജോണർ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കോമഡി എലിമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അത് ഒരു എന്താണ് പക്ക ഒരു ഫാമിലി സ്റ്റോറി. കൊള്ളാം. ഇമോഷണലിയും അവസാനമൊക്കെ വളരെ, അതായത് ഒരു കുടുംബം ആയി കഴിയുന്നവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളവർക്ക് അത് കുറച്ചുകൂടി കണക്റ്റ് ആവും. അതായത് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളിൽ ജനിച്ചത് മുതലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കണക്റ്റ് ആവും. കൊള്ളാം. ഓവർ ആക്ടിംഗ് ഒന്നുമില്ല. പിന്നെ എഫോർട്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു പുതിയ പാറ്റേണിൽ പുള്ളി നിൽക്കുന്നു. ഷറഫുദ്ദീൻ വളരെ മിതത്വം ബാധിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല മൂവി. എന്തായാലും കൊള്ളാം. ഓക്കെ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. തീർച്ചയായിട്ടും കാണണം. ഫാമിലി കാണേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. നല്ലൊരു മെസ്സേജാണ് പടം. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയൊരു അത്യാവശ്യമുള്ള ഒരു മെസ്സേജ് അല്ല. ചിലപ്പം ചില എറർ സംഭവിക്കുന്ന ആ രീതിയിലുള്ള ഒരു മെസ്സേജ് ഉള്ള ഇത്. പക്ഷേ വലിയൊരു പടമാക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. കണ്ടിരിക്കാൻ അത്ര അഭിനയമൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ക്ലൈമാക്സ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായി. അതാണ് എല്ലാവരും ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരു കോമഡി മൂവി പ്രതീക്ഷിച്ചാണ് എല്ലാവരും വന്നത്. കോമഡി ഇതിലില്ല. വലിയ കോമഡി ഒന്നുമില്ല. ഒരു നോർമൽ ഒരു പടം തന്നെ. എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറി ഒരു ഇപ്പോഴത്തെ കാലത്ത് ചെറുതായിട്ട് ഒരു അത്യാവശ്യം വരും എന്നുള്ള രീതിയിലുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു പടമാക്കാനുള്ള ഒരു ഇതില്ല. ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ എടുക്കേണ്ട, ഇത്രയും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ലാഗൊക്കെ ഉണ്ടോ? ലാഗുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗായിരുന്നു. ഒരുമാതിരി ആ പടം പോയത്. കൊള്ളാം, കുഴപ്പമില്ല. നല്ല പടമാണ്. ഒരു ഫാമിലി എൻ്റർടൈനാണ്. പഴയ കാലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കാം. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് അറിയാൻ പറ്റില്ല. ടെക്നോളജി കൊള്ളാം. കൊള്ളാം, നല്ല സിനിമ തന്നെയാണ്. നല്ലതാണ്. എങ്ങനെ ഇപ്പോൾ ഒരു മെസ്സേജാണത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതൊരു സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കോമഡിയും ഉണ്ട്. അതെ അതെ അതെ. ഇതിൻ്റെ ഒരു വൈകാരികത ഉണ്ടല്ലോ, വൈകാരികത നല്ല രീതിയിൽ സംവിധായകർ ഉപയോഗിച്ചിരിക്കുകയാണ്. അതാണ് ഈ സമൂഹത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അല്ല, അവരെയൊക്കെ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ആ രീതിയിലുള്ള അഭിനയം തന്നെ ഉണ്ട്. അഭിനയത്തിലൊന്നും ഒരു കുഴപ്പമില്ല പറയാം. നമുക്ക് കഥയും ഒരു കഥ പറഞ്ഞിരിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. മൊത്തത്തിൽ പടം നല്ല പടം. എല്ലാവരും വന്ന് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അപ്പോഴേ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത അറിയാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഈ പടം പോയിരിക്കുന്നത്. ഇല്ല, എനിക്ക് പെർഫോമൻസാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. നല്ലവരുടെ ഷെർഫുടെയും വിനയുടെ പെർഫോമൻസ് നന്നായിട്ട് തോന്നി. സോഷ്യൽ മെസ്സേജാണ്. ഒരു മെസ്സേജ് ഓറിയൻറ്റഡ് മൂവിയാണ്. അല്ല, എനിക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് തോന്നിയത് അതാണ്. അത്രയേ ഉള്ളൂ. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് ഡിപ്പെൻസ്, സബ്ജക്റ്റീവാണ്. അത് ഹ്യൂമർ എനിക്ക് അത്ര വർക്കായി തോന്നിയില്ല. അത് ഹ്യൂമറാണോന്ന് എനിക്കത് കണക്ട്, അത്ര ഹ്യൂമറൊന്നും കണക്ട് ആയില്ല. അതല്ല, ഫാമിലി ഡ്രാമയാണ്. വിനയുടെ നല്ല പെർഫോമൻസാണ്. വിനയ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു.